ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ പർച്ചേസ് ചെയ്യാം അല്ലേ? അത്രയും കളക്ഷൻ ആണ്. ബുക്ക് മാച്ച് ആയിട്ട് നമ്മളെ മെയിൻ ഹാളിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത അടിപൊളിയായിരിക്കും കേട്ടോ. സാധാരണ കാർവിംഗ് ഡിസൈൻ വരുമ്പോൾ എല്ലാത്തിനും ഡെപ്ത് ആണ് ഉണ്ടാവുക. ഇതിന് ഡെപ്ത് ഇല്ലാതെ പ്ലെയിൻ സർഫസിലാണ് കാർവിംഗ് വരുന്നത്. സിൽക്ക് മാറ്റ് അല്ലേ? ഇത് തൊട്ടാൽ അറിയാം ഇതിന്റെ ഒരു ഫിനിഷ് അത്രയ്ക്ക് വെറൈറ്റി ആണ്. ഇത് ഗ്ലോസി ഫിനിഷ് ആണ് ചെയ്തത്. ഇത് മാറ്റ് ഫിനിഷ് ആണ്. അത് മാറ്റിലും കിട്ടും. ടൈല് മാത്രമല്ല വെച്ചിട്ട് ടൈല് ലേ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോന്നിന്റെ ഒപ്പം നമ്മൾ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ വേറെ ഒരു ഇംഗ്ലീഷ് പ്രീമിയം ലുക്കിലേക്ക് മാറി അല്ലേ? ടൈൽ ടൈൽ തന്നെ അല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് ഉള്ളതാണ് ഈ കാണുന്ന പാറ്റേൺ ഐറ്റംസ്. എന്താ വെറൈറ്റി അല്ലേ? ഗ്യാരണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽ. ഗ്യാരണ്ടി കൊടുക്കുന്ന 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽ. ഒരു ടൈലിന്റെ എല്ലാ ഫിനിഷുകൾ അതേപോലെ എല്ലാ സൈസുകളും നമുക്ക് 40 ഡിഗ്രി വരെ നമുക്ക് കൂട്ടി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തണുക്കാൻ ഈ ഒരു വെള്ളം ചൂടായിക്കോട്ടെ. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അത് അടിപൊളിയാക്കണ്ടേ? അതിനുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ആർക്കിടെക്ചേഴ്സ് മാത്രമായിട്ട് നമ്മൾ സ്പെഷ്യൽ ഏരിയ ഒരുക്കി. ലൂവർ ഇതാ ഇവിടെ വന്നു കേട്ടോ. ലൂവർ ഇനി ടൈലുകളും വന്നിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, വീട് പണി ആയാൽ ഫ്ലോറിംഗ് നിർബന്ധം. ഫ്ലോറിങ്ങിനാണെങ്കിൽ അടിപൊളി ടൈലുകൾ വേണം. നമ്മൾ ടൈലുകൾ അന്വേഷിച്ച് ബ്രാൻഡുകൾ അന്വേഷിച്ച് അടിപൊളി അന്വേഷിച്ച് അങ്ങ് നടക്കും. എന്നാൽ ആർക്കിടെക്റ്റുമാർ സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ടൈലുകളുടെ, അതും ബ്രാൻഡഡ് ടൈലുകളുടെ നല്ലൊരു കളക്ഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ KMTയിലാണ്. വൈഡ് വെറൈറ്റി കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് സെലക്ട് ചെയ്ത് പോകും. വീടുപണിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വെറൈറ്റി ടൈലുകൾ അന്വേഷിച്ച് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് KMTയിലാണ്. നമസ്കാരം, രാകേഷാണ് കൂടെ ഉള്ളത്. സെയിൽസ് കൺസൾട്ടന്റ് ആണ്. ഇത്രയും വിശാലമായ ഒരു ഷോറൂം നമ്മുടെ നാട്ടിൽ അല്ലെ, മലപ്പുറത്തിന്റെ ഹൃദയമായ മഞ്ചേരിയിൽ അല്ലെ, ഈ ഒരു ഷോറൂമിൽ ഒരുപാട് കാര്യങ്ങൾ. ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട് തന്നെയാണ് ആദ്യം ക്ലിയർ ചെയ്യേണ്ടത്. ഏതൊക്കെ ബ്രാൻഡുകൾ? നമ്മള് ടൈൽസിൽ മെയിൻ ആയിട്ട് കജാരിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നു. അതെ. പിന്നെ മോട്ടോ, ഇറ്റാക്ക, പിന്നെ ഒരു അൾട്രാ പ്രീമിയം ബ്രാൻഡായ നെക്സിയോൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ കൂടാതെ നമ്മള് ക്രിയൻസ, ജോൺസൺ അതുപോലുള്ള പല ബ്രാൻഡുകളുടെ കളക്ഷൻസ് വേറുണ്ട്. പിന്നെ സാനിറ്ററി സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാഗോർ, പാരിവെയർ, പിന്നെ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ് സ്പെയിൻ ബ്രാൻഡായിട്ടുള്ള റോക്ക, പിന്നെ ബാത്റോബ്, അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ നമ്മളിവിടെ. ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ പർച്ചേസ് ചെയ്യാം. അത്രയും കളക്ഷൻ ആണ്. നമുക്ക് നേരിട്ട് അതിലേക്ക് വരാം. അതുപോലെ ഇവിടെ മൺസൂൺ ഫെസ്റ്റും നടക്കുന്നുണ്ട് അല്ലേ? നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. വലിയ ഷോറൂമാണ്. എങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ ടൈലുകൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വലിയ ഷോറൂം ആകുമ്പോൾ ഒരുപാട് ഡിസ്പ്ലേകൾ ഉണ്ടാവും. പക്ഷെ സെലക്ട് ചെയ്ത് ഞാൻ കാണിക്കാൻ പോവാണ് ഇവിടെ ഇറ്റാക്കയുടെ ഒരു അടിപൊളി കളക്ഷൻ. റയർ കളക്ഷൻ എന്ന് പറയണം. ഇത്രയും വലിയ ഒരു ഡിസ്പ്ലേ ഇറ്റാക്കയിൽ വരുമ്പോൾ ഒരുപാട് ടൈലുകൾ സാധാരണ രീതിയിൽ എല്ലാ ഷോറൂമിലും കാണും. പക്ഷെ സ്പെഷ്യൽ സെലക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക, ഇതൊക്കെ കണ്ടില്ല, ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ബുക്ക് മാച്ച് ആയിട്ട് സെറ്റ് ചെയ്താണ് അല്ലേ? ഇത് ഏതാ ഐറ്റം? ഏതാണ് ഇതിന്റെ പേര്? ഫാന്റാസിയ ഗോൾഡ് എന്ന് പറഞ്ഞ ഐറ്റം. രണ്ട് പാർട്ടായിട്ട് വരും. A പാർട്ട്, B പാർട്ട്, രണ്ട് പാർട്ടായിട്ട് വരും. അത് രണ്ടും കൂടി ബുക്ക് മാച്ച് ആയിട്ട് നമ്മളെ മെയിൻ ഹാളിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ ഒരുപാട് ഫിനിഷുകൾ ഉണ്ട്. സാധാരണ ഫിനിഷ് പോലെ അല്ല, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ഡിഫറെന്റ് ഫീൽ വരുന്ന രീതിയിൽ. ഇത് കൂടുതൽ എൻലെസ് ഡിസൈനിൽ വരുന്ന ഒരു ഗ്ലേസ്ഡ് കാർവിംഗ് എന്ന് പറയുന്ന ചെറിയൊരു ലൈൻ അല്ലേ, ഒരു നെർവ് പോലെ. സാധാരണ കാർവിംഗ് ഡിസൈൻ വരുമ്പോൾ എല്ലാത്തിനും ഡെപ്ത് ആണ് ഉണ്ടാവുക. ഇതിന് ഡെപ്ത് ഇല്ലാതെ പ്ലെയിൻ സർഫസിലാണ് കാർവിംഗ് വരിക അല്ലേ? ഓക്കെ. ഈ വെറൈറ്റികളിൽ നോക്കുമ്പോ നമുക്ക് ഒരുപാട് മോഡലിന്റെ ലിബർട്ടി വൈറ്റ് എൻലെസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഐറ്റം അല്ലേ. ഇതെന്താ ഫിനിഷ് വരുന്നത് ശരിക്ക്? ഇത് സ്മൂത്ത് സിൽക്ക് മാറ്റ് എന്നൊക്കെ പറയുന്നു. സിൽക്ക് മാറ്റ് അല്ലേ? ഇത് തൊട്ടാൽ അറിയാം ഇതിന്റെ ഒരു ഫിനിഷ് അത്രയ്ക്ക് വെറൈറ്റി ആണ് ഇത്. പലപ്പോഴും ടൈലുകൾ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഗ്ലോസി, മാറ്റ്, അതേപോലെ തന്നെ കാർവിംഗ്, ഇങ്ങനെയൊക്കെയാണ് കാണുക. ഒരു വ്യത്യസ്തത വേണം. ഇവിടെ എന്തൊരു വ്യത്യസ്തമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ ഒരു സൈസുകൾ? നമ്മള് ഒരു ടൈല് നമ്മളിപ്പോ ചില കസ്റ്റമേഴ്സ് ഒരു ഹാളിലേക്ക് വലിയൊരു ടൈൽ എടുക്കുന്നുണ്ട്. അതെ. റൂമിലേക്ക് അതിന്റെ തന്നെ ചെറിയ സൈസ് കിട്ടും. അത് കിട്ടാത്ത അവസ്ഥ വരും. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവും. ഇതിപ്പോ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാല് ഒരേ ഡിസൈനിൽ തന്നെ നമുക്ക് എല്ലാ സൈസുകൾ, അതായത് 8-4, 6-4, അതിലടിക്ക് വരുന്ന 4-2. ഇത് ഗ്ലോസി ഫിനിഷ് ആണ് ചെയ്തത്. ഇത് മാറ്റ് ഫിനിഷ് ആണ്. അത് മാറ്റിലും കിട്ടും. നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ആർട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഐറ്റംസ്. അതായത് കിച്ചൺ ഡാഡോ, അതേപോലെ തന്നെ മൊറോക്കൻ പാറ്റേൺ
പാറ്റേണുകൾ, അതെ, ഫ്ലോറിക്കൊക്കെ മൊറോക്കൻ പാറ്റേണുകൾ, അങ്ങനെയൊക്കെയുള്ള ഡിസൈനിലാണ് നമ്മളിവിടെ അങ്ങനെ വരുന്ന പാറ്റേണുകളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഡിസൈനിലൊക്കെ വരുന്നത്. ഇതൊക്കെ അങ്ങനെ നമുക്ക് കാണാം. കിച്ചണൊക്കെ വേറെ മോഡൽ ആക്കാം അല്ലെ, അതിലുള്ള കളക്ഷൻ ഉണ്ട്. സാധാരണ രീതിയിൽ ഒരേ ടൈല് കൊടുക്കുന്നതിന് പകരം വ്യത്യസ്തമായത് കൊടുക്കുക എന്നുള്ളതാണ് ഹൈലൈറ്റിങ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. 4x2 സൈസിൽ വരുന്നതാണ്. നമ്മള് ടൈല് മാത്രമല്ല വെച്ചിട്ടുള്ള ടൈല് ലേ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള അതിന്റെ കൂടെ തന്നെ നമ്മള് ഓരോന്നിന്റെ ഒപ്പം നമ്മൾ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതാവുമ്പോ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ ഈ നല്ലൊരു എങ്ങനെ കൊടുക്കാന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ വർക്കേഴ്സിന് ഒരു കൺഫ്യൂഷനും അതിനകത്ത് വരുന്നില്ല കേട്ടോ. കളേഴ്സിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഏതാ ഫിനിഷ് ഇങ്ങനെ വരുമ്പോ? ഒരു സ്ട്രക്ചർ ഫിനിഷ് എന്നാ പറയാ. സ്ട്രക്ചർ ഫിനിഷ് കൂടുതൽ ഗ്രിപ്പ് വേണ്ടവർക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് കൂടുതലും ബാത്റൂമിൽ ഹൈലൈറ്റ് ചെയ്യാനൊക്കെയാണ്. ഹൈലൈറ്റ് വാളിനൊക്കെ ചെയ്യാനായിട്ടാണ്. ഹൈലൈറ്റ് വാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് വാളുകൾ പല ടൈപ്പ് ടൈലുകൾ ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കളർഫുൾ ആയിട്ടില്ലേ, ഒരു ഗോൾഡൻ ലൈൻ ഒക്കെ വരുന്ന രീതിയിൽ. പക്ഷെ ഇത് നിങ്ങൾക്ക് എടുത്തു പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിൽ ചെയ്യേണ്ട ഒരു ഏരിയകൾ അല്ലേ. ഇതാ കണ്ടില്ലേ, ഒരു കൊളോണിയൽ സ്റ്റൈലുള്ള പാറ്റേണുകള്, ഇല്ലേ കളക്ഷൻ. ഇതൊക്കെ പലരും അന്വേഷിച്ച് വിളിക്കാറുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ അന്വേഷിച്ച് ആ ഒരു ഐറ്റം ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ചെക്ക് ഡിസൈനുകളിലൊക്കെ വരുന്ന ഡിസൈൻ. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ വേറെ ഒരു ഇംഗ്ലീഷ് പ്രീമിയം ലുക്കിലേക്ക് മാറി അല്ലേ. അതിനുള്ള കളക്ഷനുകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഇറ്റാക്കയുടെ കളക്ഷൻ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരുപാട് ഐഡിയാസ് ഇവിടെ മോക്കപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങോട്ട് നോക്കി, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏരിയ അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ബാത്റൂം എങ്ങനെ വേണമെന്ന് ഇവരുടെ ഈ ഒരു ഡിസൈൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു പ്രീമിയം ലുക്കുള്ള ബാത്റൂം. ഇത് എന്തൊക്കെ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ട്? നമ്മളിപ്പോ ഫസ്റ്റ് കണ്ടില്ലേ, ഒരു മൊറോക്കൻ ഡിസൈനിലൊക്കെ വരുന്ന ആ ഒരു പ്രിന്റഡ് വരുന്ന 1x1 ടൈൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. 1x1 ആണ്. ബാക്കിയുള്ള ഭാഗം നമ്മൾ ചെയ്തത് 6x4 ടൈൽ വെച്ചിട്ട് 6x4 ആണ് വരുന്നത് അല്ലെ. ഓക്കെ, ഇനിയിപ്പോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാ മറ്റൊരു മോക്കപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് ആൻഡ് കളർ. എങ്ങനെ ഈ ഒരു തീം വെറൈറ്റി ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്ത് പാറ്റേൺ ആണ്? ഇത് ഒരു 2020 കളക്ഷനിലെ ഒരു ഡിസൈൻ ആണ്. ഒരു റാൻഡം പാറ്റേണിലാണ് ഈ ഐറ്റം വരിക. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത് പ്ലെയിൻ കളറും അതിന്റെ തന്നെ ഒരു ഡെക്കോർ ടൈലും ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലെ. ഇതൊക്കെ ഇറ്റാക്കാന്റെ ഒരു വ്യത്യസ്തമായ ഡിസൈൻ ആണ്. പലപ്പോഴും ആർക്കിടെക്ട്സ് ആണ് ഇത് നമുക്ക് പരിചയപ്പെടുത്തി തരിക ഇതുപോലുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ KMT-യിലൂടെ നിങ്ങൾക്ക് അറിയിച്ചു തരികയാണ്. ഈ ഭാഗത്തുണ്ട് കേട്ടോ ഒരുപാട് ഐറ്റംസ്. ഇപ്പൊ ഇതൊക്കെ കേട്ടില്ലേ, വലിയ ടൈലുകളുണ്ട്. അതുപോലെ അതിന് ഒരു പ്രത്യേക ഏരിയകൾ മാത്രം ഡിസൈൻ വരുന്ന രീതിയിലല്ലേ. ഇത് ഒരു വെറൈറ്റി കളക്ഷനിൽ വരുന്ന സാധനം. വെറൈറ്റി. പക്ഷെ ഇത് എനിക്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ സ്റ്റെൻസിൽ ഡിസൈനുകൾ ഈ ഒരു ബേജിനകത്ത് വരുന്ന രീതിയിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോ ഹാളിലൊരു ഏരിയ ഒക്കെ വാളിൽ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ കൂടുതലും പോകുന്നുണ്ട് അല്ലെ. പക്ഷെ ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ്. നമ്മൾ പറഞ്ഞ പഴയ ടൈലൊന്നും ടൈൽ തന്നെ അല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് ഉള്ളതാണ് ഈ കാണുന്ന പാറ്റേൺ ഐറ്റംസ്. എന്താ വെറൈറ്റി അല്ലേ. ഇതാ അതിന് മറ്റൊരു ഐഡിയ ഗ്രൂ ഡിസൈൻ ആണ് വരുന്നത്. ഇനി ബാത്റൂം ഇതാ ഇങ്ങനെയും ചെയ്യാമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അല്ലെ പാറ്റേണുകൾ വരികയാണ്. ഇങ്ങനെ പാറ്റേൺ വരുമ്പോ ഒറ്റ ചോദ്യം, ടൈലിൽ കസ്റ്റമൈസേഷൻ കിട്ടുമോ എന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? അത് ഇവിടെ നടക്കും എന്ന് പറഞ്ഞു. ടൈല് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. കസ്റ്റമറുടെ ആവശ്യപ്രകാരം എന്തെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു ടൈല്, ഇപ്പൊ ഒരു വൈറ്റ് ടൈലില് ഒരു ബ്ലാക്ക് ഇങ്ങനെ ഒരു തീം നമുക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും ചെയ്തു കൊടുക്കാൻ പറ്റും. ഹൈലൈറ്റ് മാളിന്റെ പ്രീമിയം ഏരിയകളിലൊക്കെ നിങ്ങളുടെ വർക്കുകൾ കണ്ടിട്ടുണ്ട്. അത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത കുറച്ച് വർക്കുകളാണ്. ഇപ്പൊ ഇവിടെ കാണുന്നത് ഒരു വ്യത്യസ്തമായ പാറ്റേണുകളാണല്ലോ. ഇതിനകത്ത് ഈ ഒരു പാറ്റേൺ ഒക്കെ ഇത് ഗ്ലൂ സർഫസ് എന്നാ പറയാ. അതായത് ഒരു 3 ഫയർ ചെയ്തിട്ട് വരുന്ന മെറ്റീരിയൽ ആണ്. ടൈലിന്റെ മുകളിൽ അഡീഷണൽ പഞ്ച് ചെയ്യുന്ന തരത്തിലാണ് ഈ സർഫസുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ടൈൽസിലാണ് ഇത് വരിക. നമ്മൾ ലേ ചെയ്താൽ അതുപോലെ ചിലത് പാറ്റേൺ ഉണ്ടാവും, ചിലത് പാറ്റേൺ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കിട്ടുന്ന രീതിയിൽ അതിന്റെ കളർ ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ. നമുക്ക് നിങ്ങളുടെ ഔട്ട്ഡോർ എങ്ങനെയാണോ ചൂസ് ചെയ്യേണ്ടത് ആ രീതിയിൽ ചെയ്യാം. ഇതൊക്കെ കണ്ടില്ലേ, വെറൈറ്റി ആയിട്ടുള്ള നല്ല പാറ്റേണുകളാണ്. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾ ഔട്ട്ഡോറിനെ മാറ്റാനും ഈ ഒരു ഇറ്റാക്കയിൽ ഓപ്ഷൻ ഉണ്ട്. കിച്ചൺ കൗണ്ടറിന് എന്നും ഗ്രാനൈറ്റ് മതിയോ? എന്തെങ്കിലും വ്യത്യസ്തത വേണ്ടേ? അതിനുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വൈറ്റിൽ വേണോ നിങ്ങളെ കൗണ്ടർ, അതുപോലെ മെറൂൺ വേണോ, കോഫി ബ്രൗൺ വേണോ, അല്ലെങ്കിൽ ബേജ് വേണോ, എന്തിലും നിങ്ങളുടെ കിച്ചൺ ചെയ്യാം. ടൈല് വാങ്ങാൻ വന്ന കജാരി ഉണ്ടോ ചോദിക്കാറില്ലേ? ഉണ്ട്. അതിനുള്ള സൊല്യൂഷൻ ആണ്. കജാരിയിൽ ഒരുപാട് അല്ലെ, ഇന്ത്യയിലെ ലീഡിങ് ബ്രാൻഡാണ്. ഒട്ടുമിക്ക ഐറ്റംസും
എറ്റിനിറ്റിയിലൊക്കെ വേറെ ലെവലാണ് അല്ലേ? മെയിൻ ആയിട്ട് ഇവിടെ ചെയ്യുന്ന എറ്റിനിറ്റി ആണ്. എറ്റിനിറ്റി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 6x4 നല്ലൊരു കളക്ഷൻ കാണാം. ഇതിൽ വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഗ്രേ ആണെങ്കിലും ഒക്കെ അടിപൊളി തന്നെയാണ്. അതിന്റെ നല്ലൊരു കളക്ഷൻ 8x4 ഉണ്ട് വരുന്നത് അല്ലേ? 8x4 മോക്കപ്സ് ആണ് ഈ സൈഡിൽ കാണുന്നത്. അതിന്റെ വലിയ ഡിസ്പ്ലേ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിത് അങ്ങ് കറങ്ങി കാണാം, അതായിരിക്കും നല്ലത്. കാരണം അത്രയും വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ വെറൈറ്റി അല്ലേ? നമുക്കൊരു ഏരിയയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാനുണ്ടാവും. അതാണ് കജാരിയ അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് നല്ലൊരു സൊല്യൂഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഡിസ്പ്ലേകൾ, വലിയ ഡിസൈനുകൾ അല്ലെ. 6x4 നല്ല കളക്ഷനുകൾ ഉണ്ട് അല്ലെ. ബാത്റൂം മോക്കപ്സ് ഈ ഒരു സൈഡിലേക്ക് വരുന്നു. വ്യത്യസ്തമായ പാറ്റേണിൽ ഈ ഒരു പാറ്റേൺ ഒന്ന് ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് പറയാനിരിക്കുന്നു. അടിയിൽ കാർവിംഗ് കൊടുത്തു, അതുപോലെ ഇവിടെ ഗ്ലോസി കൊടുത്തു. പക്ഷെ ഇതെന്താണ് പാറ്റേൺ? ഇതൊരു അവരുടെ സ്ക്രിബ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് അല്ലെ. ഒരു അവരൊരു ഡെക്കോർ ടൈലാണ്. കോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടർ ടോപ്പുകൾക്ക് അല്ലെ ഏറ്റവും മാക്സിമം ആണ് അല്ലെ. ഒരുപാട് കളർ വെറൈറ്റി ഉണ്ട് ഇതില്. നമ്മള് ഡസ്റ്റ് പിടിക്കോ അല്ലെങ്കിൽ കറ പിടിക്കോ, അതൊക്കെ ഓരോ ചോദ്യങ്ങളായിരുന്നു. ഗ്യാരണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽ, ഗ്യാരണ്ടി കൊടുക്കുന്ന 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽ. നമ്മൾ ചെയ്യുന്ന 3 ബ്രാൻഡാണ്. 3 ബ്രാൻഡിനും കമ്പനി ഇതേപോലെ 10 വർഷം ഗ്യാരണ്ടി കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒന്ന് സ്പെക്ട എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഹൈക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ്, പിന്നെ എക്ലിപ്സ് എന്ന് പറഞ്ഞ സ്റ്റെയിൻ പിടിക്കുന്ന ചാൻസ് ഇല്ല. സ്റ്റൈലിഷ് ടൈലുകൾ സെലക്ട് ചെയ്യുന്ന ആളുകൾ നെക്സിയോൺ തെരഞ്ഞെടുക്കും അല്ലെ. അൾട്രാ ലക്ഷറി ബ്രാൻഡ് എന്നുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്. അതൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാല് ഓരോ കളറിലും വ്യത്യസ്തത അല്ലെ. ഇതിപ്പോ ഒരു 8x4 ആണ്. ഇത് എന്തൊക്കെയാണ് ഫീച്ചർ ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈലിന്റെ എല്ലാ ഫിനിഷുകള്, അതേപോലെ എല്ലാ സൈസുകളും കിട്ടുന്ന ഒരു ഇതൊരു ഗ്ലോസിയാണ്. ഓക്കെ, ഇതെന്ത് ഫിനിഷ് ആണ്? ഇതാണ് ലപ്പാറ്റോ മാറ്റ്, ചെറിയ ഗ്ലോസ് അല്ലേ. ഇങ്ങോട്ട് വരുമ്പോ ഒരു മാറ്റ് സാറ്റിൻ എന്ന് പറഞ്ഞൊരു ഫിനിഷ്, ഇങ്ങോട്ട് സോഫ്റ്റ് നാച്ചുറൽ ഫിനിഷ്. 4 ഫിനിഷിലാണ് ഒരേ പാറ്റേണിൽ തന്നെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള ഐഡിയാസ് ഒരുപാടുണ്ട് അല്ലെ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു ആർക്കിടെക്ട് ഒരു സ്പെഷ്യൽ ഏരിയകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈലുകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതിൽ കിട്ടും അല്ലെ. ഇതൊക്കെ എന്ത് ഫിനിഷ് ആണ് പറയാം, പഞ്ച് ഡിസൈൻ ആണ്. നല്ല അടുത്തുനിന്ന് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റും. ഇത് തൊട്ട് കഴിഞ്ഞാൽ ആ പ്രൊജക്ഷൻ അത്രയും വരുന്നുണ്ട് അല്ലെ. ഇത് പല കളറിലും പല പാറ്റേണിലും വരുന്നുണ്ട്. ഒരു 8x4 ഒക്കെ വരുമ്പോൾ നമുക്കൊരു വലിയ വോളിനൊക്കെ ഡിസ്പ്ലേ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു പിക്ചർ പോലെ നമുക്ക്, അല്ലെങ്കിൽ ഒരു റഫ് ഏരിയ പോലെ ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത് ഇതിന്റെ വ്യത്യസ്ത ഐഡിയാസ് ഉണ്ട് തോന്നുന്നു അല്ലെ. ഓരോ പാറ്റേണിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇത് ഒരു ഗ്രാനൈറ്റ് ഫിനിഷ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. സാനിറ്ററി ഐറ്റംസ് ഇല്ലേ, ജാഗോർ എപ്പോഴും മുന്നിൽ തന്നെയാണ് അല്ലെ. ആൾക്കാർ ചോദിച്ചു വരും ജാഗോർ ഉണ്ടോ എന്ന്. അതുണ്ട്, കാരണം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ബ്രാൻഡ് നമ്മുടെ നാട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കും പലരും. കാരണം അന്വേഷിച്ച് പല ഏരിയകളിൽ പോകാറുണ്ട്. അതിന്റെ ആവശ്യമില്ല അല്ലെ. ജാഗോറിൽ ഒരുപാട് ഐറ്റംസ്, ഫുൾ കളക്ഷൻ ആണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. വലിയൊരു ഡിസ്പ്ലേ തന്നെ അവിടെ വന്നിട്ടുണ്ട്. വലിയ ഒരു ജാഗോർ ഷോറൂമായി മാറി ഇത്രയും വന്ന കളക്ഷൻ വന്നപ്പോ കേട്ടോ. ഇതില് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലൗഡ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു വീട്ടിലെ ബാത്റൂമിൽ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ വേണം അത് ഇതിനകത്തുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കളേർഡ് ആയിട്ട്, ഇപ്പൊ കൂടുതൽ ആൾക്കാർ കളർ ആയിട്ടുള്ള വാഷ് ബേസിൻ, അതുപോലെ തന്നെ WC അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുള്ള മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ ടാപ്പുകളിലും കളർ ഓപ്ഷനുകൾ ഒരുപാടുണ്ട് അല്ലെ. അതിനൊക്കെ അപ്പുറം ജാക്കുസി ഇത് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പം വരുന്നുണ്ട്, നല്ല ഫീച്ചറോടുകൂടി. ഇതിന് എന്തൊക്കെ ഫീച്ചർ കൊടുക്കും? ഇതില് എയർ ജെറ്റ് വരുന്നുണ്ട്. എയർ ജെറ്റ് എന്ന് പറയുമ്പോൾ അടിയിലുള്ള ബൗൾ പോലെ വരുന്നുണ്ട്. എയർ ജെറ്റ് വാട്ടർ ജെറ്റ് വരുന്നുണ്ട്. വാട്ടർ ജെറ്റ് വരും. എയർ ജെറ്റ് നമ്മൾ ഓഫ് ചെയ്തു. ഇത് വാട്ടർ ജെറ്റ് വരുന്നുണ്ട്. ഓക്കെ, അത്ര ഫോഴ്സ് ഉണ്ട് അല്ലേ. ഓക്കെ, വാട്ടർ ജെറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെ കൺട്രോൾ ചെയ്യാം, അവിടെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, നമുക്ക് 40 ഡിഗ്രി വരെ നമുക്ക് കൂട്ടി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വെള്ളം ചൂടായിക്കോട്ടെ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ജാഗോറിൽ വന്നിരിക്കുകയാണ്. ജാഗോറിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കളർ ഓപ്ഷനുകളാണ്. ഒരേ കളർ പാറ്റേൺ ഉള്ള ഒരു ബാത്റൂം സെറ്റ് ചെയ്യാം. അത് ഗോൾഡിലാണെങ്കിലും മാറ്റ് ഗോൾഡിലാണെങ്കിലും അല്ലെങ്കിൽ സിൽവറിലാണെങ്കിലും റോസ് ഗോൾഡിലാണെങ്കിലും എത്ര ഓപ്ഷൻ? 9ഓളം കളേഴ്സിന്റെ ഓപ്ഷൻസ്. 9ഓളം കളറിലാണ് ഇതിന്റെ ഓപ്ഷനുകൾ വരുന്നത്. ജാഗോറിലെ ഈ ഇതുപോലുള്ള WC-കൾ പല മോഡലുകൾ വരുന്നുണ്ട് അല്ലെ. ഇതൊരു റെക്ടാംഗിൾ ഷേപ്പ് പോലെ തോന്നുന്നു. സ്ക്വയർ ടൈപ്പ്, അതേപോലെ ഓവൽ ടൈപ്പ്. അത് കാറോ ബാത്റൂമുകളൊക്കെ ഉള്ള വീടുകളാണ് ഇപ്പൊ കൂടുതലും നമുക്ക് വരുന്നത്. അപ്പൊ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒറ്റ ഹീറ്റ് വെച്ച് കഴിഞ്ഞാല് കറണ്ട് കൺസപ്ഷൻ വളരെ കുറവാണ്. അതെ, ഒറ്റ ഒന്നിൽ അത് നിയന്ത്രിക്കാൻ പറ്റും അല്ലെ. നമ്മള്
സെൻട്രലൈസ്ഡ് AC വെക്കുന്ന പോലെ സെൻട്രലൈസ്ഡ് നമുക്ക് ഹീറ്റർ വെക്കുക എന്നുള്ള സിസ്റ്റം ആണ് വരുന്നത്. ഒരു വലിയ ഒരു ഷോറൂം പോലെ തന്നെ ഈ റോക്കയുടെ ഒരു സ്റ്റുഡിയോ അല്ലെ, വ്യത്യസ്തമായ ഒരുപാട് ഐഡിയാസ് ഉണ്ട് റോക്കയിൽ. ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്റർനാഷണൽ ബ്രാൻഡാണ്, സ്പെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് റോക്ക എന്ന് പറയുന്നത്. ഓക്കെ. അവര് നമ്മളിപ്പോ മറ്റ് ബ്രാൻഡുകൾ ഇന്റർനാഷണൽ ബ്രാൻഡുള്ള പോലെ തന്നെ അതിനോട് കടപിടിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. പാരിഫയറിന്റെ വലിയൊരു കളക്ഷൻ അല്ലേ, ഇതിനകത്ത് എല്ലാ മോഡലുകളും വരുന്നുണ്ട്. പാരിഫയറിന്റെ ഒരു എല്ലാ കളക്ഷനും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും വളരെ ഈസിയാണ്. നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ ആണെങ്കിലും WC ആണെങ്കിലും വോൾ ഹാങ് ആണെങ്കിലും എല്ലാം ഉണ്ട് കേട്ടോ. മോട്ടോ അല്ലേ, വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനുള്ള മോട്ടോയുടെ ടൈലുകൾ പറഞ്ഞാൽ എപ്പോഴും വ്യത്യസ്തതയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഫിനിഷുകളാണെങ്കിലും അതിന്റെ വെറൈറ്റി ആണെങ്കിലും. ഇപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കും വെറുതെ പറയാം, ഇത് എല്ലായിടത്തും പറയുന്ന ഡയലോഗ് അല്ലേ, ഒന്ന് കാണിച്ചു കൊടുക്കണം അവർ. ഇത് കണ്ടോ, നമുക്ക് ഒരേ പാറ്റേണിൽ നമുക്ക് വ്യത്യസ്ത ഫിനിഷുകൾ അവൈലബിൾ. ഫിനിഷുകൾ ഓക്കെ. ഇത് ഗ്ലോസി ആണ്. ഇങ്ങോട്ട് വരുമ്പോ വേറെ സ്പാ ഫിനിഷുകൾ. ഫിനിഷ് ആണ്. അതിന്റെ പേപ്പർ മാറ്റ്, അതേ ഡിസൈനിന്റെ പേപ്പർ മാറ്റ് തൊട്ടാലായിട്ട് അറിയുള്ളൂ. ഇറ്റാലിയ ഫിനിഷ് ഗ്ലോസി പോലെ തന്നെ തോന്നുന്ന ഗ്ലോസി അല്ലാത്തൊരു ഫിനിഷ്. ഓക്കെ, മേലുള്ള ഹൈബ്രിഡ് അല്ലേ, ഹൈബ്രിഡ് ആണ് ഗ്ലോസി ഫിനിഷ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വ്യത്യസ്തത ഉണ്ട്. കൂടുതലേ ടൈലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് തൊട്ട് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ നേരിട്ട് നിങ്ങൾ വരണം, അതാണ്. ഇതൊക്കെ വലിയ 8x4 കളക്ഷൻ അല്ലേ. 8x4 ഇതാ നല്ല അടിപൊളി കളക്ഷൻ, ഒരേപോലെ പാറ്റേൺ. ഇത് പേപ്പർ മാറ്റ് ആണോ? ഇത് സ്പാ ആണ് കേട്ടോ. അത് തൊടുമ്പോൾ തന്നെ അതിന്റെ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. ഓരോ സൈസിലും അതിന്റെ വ്യത്യസ്തതയുണ്ട്. ഇപ്പൊ ഇതുപോലെ വലിയ ടൈലുകളാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഒരുപാട് മോഡലുകൾ കാണാൻ പറ്റും. ഇതൊരു നല്ല മോക്കപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വെറൈറ്റി മോക്കപ്സ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മോട്ടോയിൽ അല്ലേ. പലപ്പോഴും ആർക്കിടെക്ടർമാര് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈനുകൾ കാണിക്കും, അത് കൊടുക്കണം എന്ന് പറയും. പക്ഷെ അങ്ങനത്തെ ഷോറൂമുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതാ ഇവിടെ കണ്ടില്ലേ, നിങ്ങൾക്ക് ചെറിയ പാറ്റേണുകൾ കാണാം മൊറോക്കൻ ടൈപ്പിൽ. ഇതൊക്കെ കിച്ചണുകളാണെങ്കിലും സ്പെഷ്യൽ ഏരിയകളാണെങ്കിലും അടിപൊളിയാകും അല്ലേ. ഇവിടെ ഫ്ലോറിങ്ങിലാണ് കാണിച്ചത്, പക്ഷെ നിങ്ങൾക്ക് കാണിക്കാൻ വരുന്നത് ഇതാ ഒരുപാട് വെറൈറ്റി ഐറ്റം. മൊറോക്കനിൽ ഒരു ടർക്കോയ്സ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഐറ്റം എന്താല്ലേ ഭംഗി. അതിനിപ്പോ അതിന്റെ തന്നെ കളറുകൾ കാണാം, അതിന്റെ കോമ്പിനേഷൻ, അതിന്റെ ലൈറ്റ് കളർ കാണാം, അതിൽ പാറ്റേൺ കാണാം, റഫ് കാണാം, സ്മൂത്ത്, മാറ്റ് എല്ലാം വരുന്നുണ്ട്. ഇത് പലപ്പോഴും സ്പെഷ്യൽ വാളുകൾ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഓരോ കളറുകൾ ഇതാണല്ലേ, വ്യത്യസ്ത കളറിൽ വരുന്നുണ്ട് അല്ലേ. ഇത്രയും കളേഴ്സിൽ നമുക്ക് ബാത്റൂംസ്, കൂടുതലും ബാത്റൂംസ് സ്പെഷ്യൽ ഏരിയകൾ കൊടുക്കാൻ പറ്റും. എന്താല്ലേ ഭംഗി, അതൊക്കെ കണ്ടില്ലേ. ഈ ഒരു പാറ്റേൺ ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ഭംഗി വന്നിരിക്കുന്നത്. അതാണ് ഭംഗി. അപ്പോൾ നമുക്ക് വെറുതെ പറയുന്നതല്ല, ഇതുപോലുള്ള കാര്യങ്ങൾ പലരും ചിലപ്പോൾ മാർബിളൊക്കെ ഇട്ടിട്ട് അങ്ങ് കിച്ചൺ ഒഴിവാക്കി പോകും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ഭംഗിയാക്കണം എന്നാണ് ഞാൻ പറയാ. കാരണം കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ, അത് അടിപൊളിയാക്കണ്ടേ. അതിനുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ആർക്കിടെക്ടർമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം വേണ്ടി വരും സെലക്ട് ചെയ്യാൻ തോന്നുന്നു, കാരണം അത്രയും കളക്ഷൻ അതിനകത്ത്. ആർക്കിടെക്ചേഴ്സ് മാത്രമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഏരിയ ഒരുക്കിയിട്ടാണിത്. അതായത് കുറച്ച് മൊറോക്കൻ ടൈൽസും അതുപോലുള്ള പ്രിന്റഡ് ഡിസൈനർ ടൈൽസും കൂടുതൽ നമ്മൾ ഉൾപ്പെടുത്തിയുള്ള ഏരിയ ആണ് അല്ലേ. ഇതിനകത്ത് ഇതൊക്കെ ഓരോ കളർ കോമ്പിനേഷനിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഓരോ പാറ്റേൺ, ബേജ് ആണെങ്കിലും മൊറോക്കനിൽ ഗോൾഡ് ആണെങ്കിലും ചെറി ആണെങ്കിലും ഒക്കെ ഉണ്ട് അല്ലേ. പിന്നെ പ്രിന്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പ്രിന്റഡ് കളക്ഷൻ വരുന്നത് അല്ലേ. ഓക്കെ, അതായത് ഇത് പല സൈസ് ആയിരിക്കും അല്ലേ. ചെറിയ സൈസിൽ. എത്ര ഇതിന്റെ സൈസ് വരുന്നത്? 20 വരുന്ന പ്രിന്റഡ് ഐറ്റം ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഐഡിയാസ് ആണ് കേട്ടോ. അപ്പൊ അത് സാധാരണക്കാരൻ എപ്പോഴും നമ്മളൊരു കിച്ചൺ ചെയ്യാൻ അയാൾക്ക് ചിലപ്പോൾ ഈ ഒരു ഐഡിയ കിട്ടില്ല. പക്ഷെ അത് ഇതുപോലെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ആർക്കിടെക്ടർമാർക്ക് എന്ന് പറയുന്നത്. നിങ്ങളെ വെറുതെ കൊച്ചാക്കി പറയുന്നല്ല കേട്ടോ. കാരണം അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് ചെയ്യുന്നവരാണല്ലോ അവര്. നിങ്ങൾക്കും ആ ലെവലിലേക്ക് ആകാൻ പറ്റും. നമ്മുടെ വീഡിയോ കുറെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ കുറെ പോയിന്റ്സ് ഉണ്ടാവും. ഓക്കെ, കണ്ടില്ലേ കളർ വേരിയേഷൻ. അതുപോലെ ഇതുപോലെ ഇതൊക്കെ ഇതിന്റെ ഷേപ്പുകൾ കണ്ടില്ലേ, ഇതുപോലെ ഫ്ലൂട്ടഡ് ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ പുതിയതായിട്ട് വരുന്ന ട്രെൻഡുകളാണ്. അത് കൊടുക്കുക ഇതുപോലെ കിച്ചൺ ഏരിയകളിൽ, കൗണ്ടർ ടോപ്പിൻ്റെതായ, അതുപോലെ വാഷ് ബേസിൻ ഏരിയ, സ്പെഷ്യൽ ആയിട്ടുള്ള വാളുകളിൽ അവിടെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഐറ്റംസ്. പക്ഷെ ഞാൻ ഇവിടെ ഒരു സംഭവം കണ്ടിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തും അതിന്റെ നല്ല കളക്ഷൻ വരുന്നുണ്ട്. ഇതുപോലെ ഗോൾഡ് ഒക്കെ വരുന്ന രീതിയിൽ നമ്മളെ പാനലിംഗ് പോലെയൊക്കെ വരുന്നുണ്ട് അല്ലേ. ഇതൊക്കെ ടൈൽ തന്നെയാണ്, ടൈലുകളുടെ വെറൈറ്റികളാണ്. പാനലിംഗ് ആയിട്ട് തന്നെ ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡൻ പാനൽ ചെയ്ത പോലെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. ഇത് നല്ല പേസ്റ്റൽ കളേഴ്സ് ഉണ്ട്.
റോക്ക് ലൂവർ ഫിനിഷ്, ടൈൽ ലൂവർ ടൈൽ, ലൂവർ ടൈൽ ലൂവർ ഇതാ ഇവിടെ വന്നു കേട്ടോ. ലൂവർ ഇനി ടൈലുകളും വന്നിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ മൊറോക്കൻ ടൈലുണ്ട്. ഞാൻ ഒരുപാട് എണ്ണം മിസ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിച്ചിരുന്നത്, സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, ടൈം കുറവുള്ളത് കൊണ്ടാണ്. അതുപോലെ ഇതാ ഈ ടൈലിന് എന്ത് പറയുന്നത് നമ്മള്, ഇത് ഒക്ടഗണൽ ടൈൽ, ഒക്ടഗൺ ടൈല്. അതായത് ടൈൽ ഇൻസേർട്ട് വെച്ചിട്ട് ചെയ്യുന്ന അതായത് ഈ പീസും ഇതിന്റെ കൂടെ തന്നെ വരും. കൂടെ ചെയ്യുന്ന. നിങ്ങൾക്ക് ഇതാ ഇതുപോലെ ആക്കി മാറ്റാൻ പറ്റും അതിനെ. അങ്ങനെ വരുന്ന ടൈലുകൾ കേട്ടോ. ഇനി ഇതാ ഈ ഒരു ഏരിയക്ക് വരികയാണെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള പാറ്റേണുകൾ. ഓക്കെ, ഒരു വീടേ ഉണ്ടാക്കുള്ളൂ, അപ്പൊ കൊടുക്കുന്ന ഏരിയ അടിപൊളിയാക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലേ. ഒരുപാട് ടൈലുകൾ കാണിച്ചു, ഇനിയും ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. പക്ഷെ സമയം തികയുന്നില്ല, അതുകൊണ്ട് നമ്മളിവിടെ നിർത്തിയാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ടൈല് സെലക്ട് ചെയ്യും. എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇത്? ഏകദേശം 35,000 സ്ക്വയർ ഫീറ്റോളം നമ്മൾ. അത്രയും വിശാലമായിട്ടുള്ള ഷോറൂം, ഇത്രയും ബ്രാൻഡുകൾ വരുന്നുണ്ട്, ഇത്രയും വെറൈറ്റി വരുന്നുണ്ട്, ട്രെൻഡിങ്ങിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ട്. അപ്പൊ ഇനി ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വീട് പണിയിൽ ടൈലുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂം തന്നെയാണ് KMT. ഇവിടുത്തെ കളക്ഷനുകൾ ഞാൻ കാണിച്ചു, പ്രൊഡക്റ്റുകൾ കാണിച്ചു. പക്ഷെ വില പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടാവും കമന്റിലാണെങ്കിൽ കൂടി. വില എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഡിഫറെന്റാ. എങ്ങനെ ഓരോന്ന് എടുത്ത് പറയാ എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മളെ വീഡിയോയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് കമന്റിലല്ല, സോറി, ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. പിന്നെ എന്തിനു ടെൻഷൻ അടിക്കണം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.